പാകിസ്ഥാന് തിരിച്ചടി നൽകി ഇന്ത്യൻ സൈന്യം. 3 ആക്രമണങ്ങളാണ് പുൽവാമയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രത്യാക്രമണത്തിൽ ഇന്ത്യ നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സൈന്യത്തിൽ നിന്ന് അങ്ങനെയുള്ള സൂചനകളുമാണ് ലഭിക്കുന്നത്. പുലർച്ചെ പാക് ഭീകരർക്ക് നേരെ ഇന്ത്യൻ വ്യോമസേനയുടെ മിന്നലാക്രമണം ഏകദേശം 21 മിനിറ്റ് മാത്രമാണ് നീണ്ടുനിന്നത്. 3 ആക്രമണങ്ങളാണ് നടന്നത്. 3ഇടങ്ങളിൽ വ്യോമസേന 21 മിനിറ്റിനുള്ളിൽ ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 3 പ്രദേശങ്ങൾ. ബാലക്കോട്ടിലാണ് ആദ്യം ആക്രമണം നടത്തിയത്. പുലർച്ചെ 3:45 മുതൽ 3:53 വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു ഈ ആക്രമണം. മുസാഫറാബാദിലാണ് രണ്ടാമത്തെ ആക്രമണം നടന്നത്. 3:48 മുതൽ 3:55 വരെയായിരുന്നു ഈ ആക്രമണം നടന്നത്. മൂന്നാമത്തെ ആക്രമണം നടത്തിയത് ചക്കോദിയിലാണ്. 3:58 മുതൽ 4:04 വരെയായിരുന്നു ഈ ആക്രമണത്തിൻ്റെ ദൈർഘ്യം. അങ്ങനെ ഈ 3 പ്രദേശങ്ങളിലുമായി 21 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന മിന്നൽ ആക്രമണം നടത്തിയതിനു ശേഷമാണ് ഇന്ത്യൻ വ്യോമസേന പിൻവാങ്ങിയത്. 21 മിനിറ്റിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കി 12 മിറാഷ് വാഹനങ്ങളും വിമാനങ്ങളും ഇന്ത്യയിൽ തിരിച്ചെത്തി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഇതേ സാഹചര്യത്തിൽ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ 3 സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പഞ്ചാബ്, ജമ്മു കശ്മീർ, അരുണാചൽ പ്രദേശ് അടക്കമുള്ള 3 ഇടങ്ങളിൽ ഒരുപക്ഷെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രത്യാക്രമണം ഉണ്ടാകും എന്നാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള സൂചന. ഇതിനിടയ്ക്ക് പ്രത്യാക്രമണത്തിനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. അതിനെ ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അങ്ങനെ 3:45 മുതൽ കൃത്യമായി 3 ഓപ്പറേഷനുകളിലൂടെ 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആക്രമണത്തിലാണ് 200-ലധികം വരുന്ന ഭീകരരെ വധിച്ചുവെന്ന് നിലവിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുള്ളത്. ഏകദേശം നിരവധി ഭീകര കേന്ദ്രങ്ങൾ ഈ മേഖലകളിലെ തകർത്തുവെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ ഇത് സംബന്ധിച്ച് നേരത്തെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾ, ചാവേർ സ്ഫോടനങ്ങൾ പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നു ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയും മറ്റ് സംഘടനകളും. ഇത് ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഒരു പ്രത്യാക്രമണം നടത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത് നിരവധി ഭീകര സംഘടനകളാണ് എന്ന മിലിറ്ററിയുടെ തന്നെ റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. ബൈത്തുൽ മുജാഹിദീൻ, ഹിസ്ബുൾ മുജാഹിദീൻ, ലഷ്കർ ഇ തയ്ബ, അൽ ഖയ്ദ എന്നീ ഭീകര സംഘടനകളുടെ ഓപ്പറേഷൻ സെൻറ്റേഴ്സ്, നിയന്ത്രിത കേന്ദ്രങ്ങൾ കൂടി ഇവിടെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കറാച്ചിയിലിരുന്ന് നിയന്ത്രിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് ഇവിടെയാണ്. ബിംബാർ, ബാക്രയാൽ, ബലാക്കോട്ട്, ചവരി, കോട്ട്ലി, മാങ്ക്ല. ഇതിൽ ബലാക്കോട്ട് ആണ് വടക്കു പടിഞ്ഞാറൻ മേഖല കൂടിയാണ്. പാകിസ്ഥാനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന പ്രദേശമാണ്. പാക് അധീന കാശ്മീരിൽ നിന്നുള്ളിലേക്ക് 50 കിലോമീറ്റർ ഉള്ള പ്രദേശവുമാണ് ഇവിടെ. ഈ പ്രദേശങ്ങളിൽ പൊതുവെ വിശേഷിപ്പിക്കുന്നത് ഭീകരവാദത്തിൻ്റെ കേന്ദ്രം എന്നുകൂടിയാണ്. US മിലിറ്ററി അടക്കം ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ആഗോള ഭീകരതയുടെ കേന്ദ്രം എന്ന വിശേഷണം കൂടിയാണ് ഈ പാക് അധീന കാശ്മീരിലെ ഈ പ്രദേശങ്ങൾക്ക് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. മാത്രമല്ല വിവിധ മേഖലകളിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിൻ്റെയും പ്രഭവകേന്ദ്രം ഇവിടെയാണ്. ഇതുതന്നെയാണ് നേരത്തെ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ പറഞ്ഞത്. ചാവേർ സ്ഫോടനങ്ങൾക്കടക്കം പദ്ധതിയിട്ടിരുന്ന നിരവധി ആക്രമണങ്ങളെ കൂടെയാണ് ഇവിടെ നിർവീര്യമാക്കിയത് എന്ന തരത്തിൽ. മുഹാജിർ ദില്ലിയിൽ നിന്ന് പുതിയ അപ്ഡേഷൻ നൽകും. മുഹാജിർ, പുതിയ വിവരങ്ങൾ. അരുൺ, ഏറ്റവും പുതിയ വിവരം, ഇന്ന് നടന്ന വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികളോട് വിശദീകരിക്കുന്നതിന് വേണ്ടി ഒരു സർവകക്ഷി യോഗം സർക്കാർ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിക്കാണ് ഈ യോഗം ചേരുക. വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജാണ് ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ. മറ്റ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവിടെ ഇമ്രാൻഖാൻ, പാക് പ്രധാനമന്ത്രി, അദ്ദേഹം ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ വിദേശകാര്യ മന്ത്രി ഷാ മുഹമ്മൂദ് ഖുറേഷി അദ്ദേഹം ജപ്പാനിലേക്കുള്ള യാത്ര നിശ്ചയിച്ചിരുന്നതാണ്. ആ യാത്ര റദ്ദാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും ഔദ്യോഗികമായ ഒരു പ്രതികരണം ഈ ആക്രമണത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ തിരിച്ചടിക്കും, ഇന്ത്യ വെടിനിർത്തൽ കരാർ ലംഘിച്ച്, വ്യോമാതിർത്തി ലംഘിച്ച് പാകിസ്ഥാനിലേക്ക് കടന്നിരിക്കുകയാണ്, ഇതിന് കൃത്യമായ ഉചിതമായ തിരിച്ചടി നൽകുവാൻ പാകിസ്ഥാൻ എല്ലാ അവകാശവുമുണ്ട്, രാജ്യത്തെ ജനങ്ങൾ പേടിക്കേണ്ട എന്ന തരത്തിലുള്ള ഒരു മറുപടി ടെലിവിഷനിലൂടെ തന്നെ വിദേശകാര്യമന്ത്രി നൽകുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യയിൽ ഇന്ന് നടന്ന ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിനെയും ധരിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി അല്പനിമിഷം മുമ്പ് രാഷ്ട്രപതി ഭവനിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഇന്ത്യ നടത്തിയ ബലാക്കോട്ടിൽ
ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരവാദ പരിശീലന കേന്ദ്രത്തിലേക്ക് ഇന്ത്യ നടത്തിയ മിന്നലാക്രമണം സംബന്ധിച്ച വിവരങ്ങൾ, വിശദാംശങ്ങൾ രാഷ്ട്രപതിയുമായും പങ്കുവയ്ക്കുകയുണ്ടായി. ഈ രീതിയിലാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ. ഏതായാലും പാകിസ്ഥാനെ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നൽകിയിട്ടുള്ള ഒരു തിരിച്ചടി, ഉചിതമായ ഒരു തിരിച്ചടി, അത് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരവാദ കേന്ദ്രങ്ങൾ പാകിസ്ഥാന്റെ മണ്ണിൽ, പാകിസ്ഥാന്റെ അത് ഇന്ത്യൻ അധീന പാക് അധീന കാശ്മീരിൽ പോലുമല്ല, പാകിസ്ഥാന്റെ അതിർത്തിയിൽ തന്നെ കടന്നു നിന്നുകൊണ്ട് ഖൈബർ പഷ്തൂൺഖ്വ മേഖലയിൽ ബലാക്കോട്ട് എന്ന ഏറ്റവും തന്ത്രപ്രധാന മേഖലയിൽ തന്നെ ഇന്ത്യ ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. പുൽവാമയിൽ 40 അർദ്ധസൈനിക വിഭാഗത്തിന് വീരമൃത്യുവിന് സൈനികർ പകരം ചോദിക്കും. ആ വീരമൃത്യു വെറുതെയാകില്ല എന്ന് സർക്കാരും സൈന്യവും അറിയിച്ചതിനെ അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യയുടെ വ്യോമസേനാ വിമാനങ്ങൾ നടത്തിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 3:45 മുതൽ 4 മണി വരെ നീണ്ടുനിന്ന വളരെ ഹ്രസ്വമായ ഒരു സമയത്ത് നടന്ന, അതേസമയം വളരെ ശക്തമായ ഒരു ആക്രമണം, മിറാഷ് 2000 വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിലെ ആ ശ്രേണിയിൽപ്പെട്ട 12 വിമാനങ്ങളാണ് ഇതിൽ പങ്കെടുത്തത്. 1000-ലധികം കിലോ ബോംബുകൾ. ഒരു നിമിഷം, പ്രഭാകരൻ പാലേരി, പ്രതിരോധ വിദഗ്ധൻ, അദ്ദേഹം കൂടിയുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ പ്രഭാകരൻ പാലേരി, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ആദ്യം ഒരു സർജിക്കൽ സ്ട്രൈക്ക് കഴിഞ്ഞ തവണ നടന്നതാണ്. അതിനുശേഷം ആ ആക്രമണത്തിൽ നിന്ന് ഇതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഏത് തരത്തിലുള്ള മൂവാണ് നടന്നത് എന്നാണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്റെ അഭിപ്രായത്തിൽ ഇത് പുൽവാമയുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പുൽവാമയ്ക്ക് ശേഷമുള്ള നമ്മളുടെ ഒരു തിരിച്ചടിയാണ് കഴിഞ്ഞ 40 വർഷമായി നടന്നു വരുന്ന ഭീകരപ്രവർത്തനങ്ങളെ തടയാനുള്ള ഒരു ശ്രമത്തിന്റെ ആദ്യത്തെ ഭാഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം ഇതിന് മുമ്പുള്ള ഗവൺമെന്റുകൾ ഇതുപോലത്തെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഇത് വളരെ സാഹസികമായിട്ടൊരു തീരുമാനമാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 സംഗതികൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇത് പാകിസ്ഥാന് എതിരായിട്ടുള്ള ആക്രമണമല്ല. പാകിസ്ഥാനിൽ ഒളിഞ്ഞുകിടക്കുന്ന ഭീകരവാദികളെ തടയാനുള്ള അവർക്കെതിരായിട്ടുള്ള ആക്രമണമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഒരു മിലിറ്ററി ഓപ്പറേഷൻ അല്ല. മിലിറ്ററിയാണ് ഇതിൽ പങ്കെടുക്കുന്നതും കൂടി, സായുധ സേനയാണ് ഇതിൽ പങ്കെടുത്തതെങ്കിലും കൂടി ഇത് ഒരു സായുധ മിലിറ്ററി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്രമണമല്ല. നോൺ മിലിറ്ററി ഓപ്പറേഷൻ എന്നാണ് ഇതിനെപ്പറ്റി പറയുക. കാരണം സായുധ സേനകൾ മിലിറ്ററി ഓപ്പറേഷനിലും പെടും, നോൺ മിലിറ്ററി ഓപ്പറേഷൻസിലും പെടും. അപ്പോൾ നോൺ മിലിറ്ററി, അതായത് യുദ്ധമല്ലാത്തൊരു യുദ്ധമാണ് ഇത്. രണ്ടാമത് പാകിസ്ഥാന് എതിരായിട്ടുള്ള യുദ്ധമല്ല. പാകിസ്ഥാനിന്റെ അകത്ത് പാകിസ്ഥാനിൽ ഉള്ള ഭീകരവാദികൾ ഇന്ത്യയെ ആക്രമിക്കുന്ന തടയാനുള്ള ഒരു ആക്രമണമാണ്. ഈ ഭീകരവാദികൾ പാകിസ്ഥാനികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് പാകിസ്ഥാൻ ഉത്തരവാദിയാണ്. പക്ഷെ അവരല്ലെങ്കിൽ അവർക്ക് പാകിസ്ഥാനും കൂടെ ഇതിൽ പങ്കെടുക്കണമെന്നാണ് അന്താരാഷ്ട്ര നിയമത്തിൽ പെടുന്ന ഒരു ബാധ്യത പാകിസ്ഥാനുള്ളത്. ഇതിപ്പോ കഴിഞ്ഞ സർജിക്കൽ സ്ട്രൈക്ക് നടന്നപ്പോൾ അതിർത്തി കടന്ന്, അതായത് POKയിലേക്ക് 3 കിലോമീറ്റർ അധികം കടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോ 50 കിലോമീറ്ററോളം കടന്നുപോയി എന്ന്. ഇതിന്റെ ഒരു ദൂരപരിധി ഒക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അഥവാ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഇതെങ്ങനെയാണ് ബന്ധത്തിൽ ബാധിക്കുക എന്ന് ചോദിച്ചാൽ, ചില ചട്ടങ്ങളും കരാറുകളും ഉണ്ടല്ലോ അതിർത്തി കടന്നു പോകുന്നത് സംബന്ധിച്ച്. ഇല്ല, അതിർത്തി കടന്നു പോകുന്നത് സംബന്ധിച്ചിട്ടുള്ള കരാറുകൾ എന്താണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ ആവശ്യമില്ലാതെ അത് കടന്നു പോയിട്ട് ആ രാജ്യത്തിനെ ആക്രമിക്കുമ്പോൾ മാത്രമേ ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. രണ്ടാമതായിട്ട്, അതിർത്തി കടന്ന് നമ്മൾ ഒരു രാജ്യത്തിൽ പോയിട്ടുണ്ട്, പക്ഷെ ആ രാജ്യത്തിൽ നമ്മൾ ആക്രമിച്ചിരിക്കുന്നത് ആ രാജ്യത്തിന്റെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയുടെ അല്ല, നമ്മളുടെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളാണെങ്കിൽ ആ ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട് അവർ ഇന്ത്യയെ ഭീകരവാദത്തിൽ കൂടെ ആക്രമിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. അത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനെ അല്ല നമ്മൾ ആക്രമിച്ചിരിക്കുന്നത്, പാകിസ്ഥാനിൽ ഒളിഞ്ഞു കിടക്കുന്ന ആളുകളെയാണ് നമ്മൾ പോയിട്ട് ആക്രമിക്കുന്നത്. അതെ, അവിടെയാണ് ഈ ആക്രമണം നടത്തിയപ്പോൾ ഒരിക്കലും പാകിസ്ഥാനെതിരെയുള്ള ഒരു യുദ്ധമല്ല, മറിച്ച് ഈ ഭീകര സംഘടനകളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. അവിടെ പാകിസ്ഥാന്റേതായ പ്രത്യാക്രമണം, പാക് ആർമിയുടെ ആക്രമണം ഇന്ത്യക്കുണ്ടായി എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീ പ്രഭാകരൻ പാലേരി. ഉണ്ട്, തീർച്ചയായിട്ടും ഇത് ഒരു പ്രത്യേക ഒരു സങ്കീർണമായിട്ടുള്ള സംഗതിയാണ്. ഇതൊക്കെ ഇങ്ങനെ ഇതുപോലെ നടന്നിട്ടാണ് പിന്നീട് അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ വരുന്നത്. അത് ശരിയാണ്, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. അത് പാകിസ്ഥാൻ ഒരിക്കലും സമ്മതിക്കില്ല. പ്രത്യേകിച്ചും അവരുടെ ജനതയോട് അവർ സമ്മതിക്കില്ല. അവർക്ക് അവരുടെ ജനങ്ങളെ ഗവൺമെന്റിന് പലതരത്തിലും മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവന്ന് വരുമെന്ന് എനിക്കറിയില്ല.
പക്ഷെ ഇതുപോലെയുള്ള ഒരു സംഭവം നടക്കണമെങ്കിൽ അതിന് ലോകരാഷ്ട്രങ്ങളുടെ അനുമതി ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രമാണ്. അതൊരിക്കലും ബാക്കിയുള്ള രാജ്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാതെ നമ്മൾ ചെയ്യില്ല. അത് പാകിസ്ഥാനെ വരെ നമ്മൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാകും. അതായത് ഒരു കടന്നൽ കൂടിനെയാണ് നമ്മൾ നശിപ്പിക്കുന്നത്. ആ കടന്നൽ കൂട് നശിപ്പിക്കുമ്പോൾ അതിനെ തൂങ്ങിക്കിടക്കുന്ന മരത്തിനെ നമ്മൾ നശിപ്പിക്കുന്നില്ല. അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പം യുദ്ധമല്ലാത്ത യുദ്ധം ചെയ്യുന്നതാണ് കൂടുതൽ ബുദ്ധിമുട്ട്. യുദ്ധം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവിടെ നിയമങ്ങൾ പലതും നമ്മൾ പാലിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് വളരെയധികം നിയമങ്ങൾ പാലിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അമേരിക്ക അബോട്ടാബാദിൽ നടത്തിയിരുന്ന ഒസാമ ബിൻ ലാഡനെ വധിക്കുവാൻ ചെയ്തിരിക്കുന്നത് അതുപോലെയുള്ള ഒരു ആക്രമണമാണ് നമ്മളിപ്പോൾ നടത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിന് ഈ താങ്കൾ മനസ്സിലാക്കിയിടത്തോളം ഈ ആക്രമിക്കപ്പെട്ട മേഖലകൾ എങ്ങനെയുള്ളതാണ്? പ്രത്യേകിച്ച് ബലാക്കോട്ട്, ചക്കോത്തി, മുസാഫർബാദ് അടക്കമുള്ള പ്രദേശങ്ങളാണല്ലോ. ഈ ബാൽക്കോട്ട് എന്നത് ഏറ്റവും വടക്ക് പടിഞ്ഞാറൻ മേഖലയാണ്. ഈ തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് US മിലിറ്ററി പോലും ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തിന്റെ ഒരു സ്വഭാവം? അതായത് ജനവാസ മേഖലകൾ ഇല്ലാതെ ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമായി വളരുന്ന പ്രദേശമാണോ ഇത്? അല്ല, ഇവിടെ നടക്കുന്ന പാകിസ്ഥാന്റെ തന്ത്രം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ POK എന്ന് പറയുന്നു. അത് തെറ്റാണ്. വാസ്തവത്തിൽ POK എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല. പാകിസ്ഥാൻ കശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നമുക്കില്ല. നമുക്കുള്ള സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീറാണ്. ഈ JK ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന POK എന്ന് വെച്ചാൽ വാസ്തവത്തിൽ അത് POJK ആണ്. പാകിസ്ഥാന്റെ അധീനതയിലുള്ള ജമ്മു കാശ്മീരിന്റെ ഒരു ഭാഗമാണ് അവർ പിടിച്ചടയ്ക്കുന്നു. ആ ഭാഗം അവർക്കും അറിയാം അത് അവരുടെ ഭാഗമല്ല എന്നുള്ള കാര്യം. ആ ഭാഗത്തെ അതുകൊണ്ട് അവർ ബാക്കിയുള്ള ഇതുപോലെയുള്ള ഡേർട്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ ഇതുപോലെ ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ആസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് അവരുടേതല്ലാത്തൊരു പ്രദേശമാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ പ്രദേശത്ത് ഭീകരവാദം അങ്ങനെ കറാച്ചിയിലും ഒന്നും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതുപോലെ തുറന്നു കിടക്കുന്ന സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അവിടെ താമസിക്കുവാൻ ആളുകൾ അവിടെ ഉള്ളത് നമ്മുടെ പഴയ ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ, പാകിസ്ഥാന്റെ അധീനതയിലുള്ള ജമ്മു ആൻഡ് കാശ്മീർ അവർ അത് നമുക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയത്തിൽ പറ്റിയ ഒരു വലിയ അബദ്ധമാണ്. ഈ JK ഒരു ഭാഗം പാകിസ്ഥാന്റെ അധീനതയായത്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അന്നത്തെ അവസ്ഥ അങ്ങനെയായിരിക്കും. ആരെയും കുറ്റം പറഞ്ഞ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതൊക്കെ കഴിഞ്ഞു പോയ കഥയാണ്. അതാണ് അവരൊരു ഷെഡാക്കി ഉപയോഗിക്കും. നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇവർ ആ പ്രവർത്തനം നടത്തുന്നു. അവർ നമ്മുടെ റെന്റഡ് ഹൗസിൽ ഒരു ഉടമസ്ഥന് ചിലപ്പോൾ ഒരു റൂം ഉണ്ടാകും. അതുപോലെയുള്ളൊരു അവസ്ഥ. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ അവിടെ പോയി നമ്മൾ ആക്രമണം നടത്തുമ്പോൾ അവിടെയുള്ള എല്ലാ വ്യക്തികളും ഒരു വക ഇതുമായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കും. അതേസമയം നമ്മുടെ സൈന്യത്തിന് നമ്മുടെ എതിരാളികളെ മാത്രമാണ് കൊല്ലേണ്ട ആവശ്യം. നമ്മളെ ബാക്കിയുള്ള ജനങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കരുത്. അങ്ങനെയുള്ള ഒരു സ്ട്രൈക്കാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അത് പക്ഷെ യുദ്ധമായിട്ടും കാണരുത്. അതിനുള്ള കഴിവ് ലോകത്തിൽ വളരെ കുറഞ്ഞ രാജ്യങ്ങൾക്കേ ഉള്ളൂ. ഇസ്രായേലിന് പോലും ഈ കഴിവില്ല. അമേരിക്കക്ക് കുറെയൊക്കെ ഈ കഴിവുണ്ട്. ഇപ്പോൾ അത് നമ്മൾ ശരിക്കും യഥാർത്ഥത്തിൽ കണ്ടത് ഇന്ത്യയുടെ കഴിഞ്ഞ സർജിക്കൽ സ്ട്രൈക്കിലാണ് അത് കണ്ടത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി, ഈ കറാച്ചിയിൽ ഇരുന്ന് നിയന്ത്രിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾ ഉണ്ട് ഇവിടെ എന്നതായിരുന്നല്ലോ നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. ഇപ്പോൾ ബൈത്തുൽ മുജാഹിദീൻ, ഹിസ്ബുൽ മുജാഹിദീൻ, ലഷ്കർ-ഇ തയ്യിബ, അൽ ഖയ്ദ, ഇതിൻ്റെ എല്ലാം വേരുകൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് 55 പരിശീലന കേന്ദ്രങ്ങളിലായി 5000-ലധികം പേർ ഇവിടെ വിവിധ മേഖലകളിലായി പരിശീലനം കഴിഞ്ഞിറങ്ങുന്നുവെന്നാണ് പട്ടാളത്തിൻ്റെ റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്ത്രപ്രധാനമായ ഒരു മേഖലയായി ഇത് തുടരുകയാണോ? അവിടെയാണോ ഈ മിന്നലാക്രമണം ഒരർത്ഥത്തിൽ ഇന്ത്യ നടത്തിയത്? അതെ, ഇത് ഈ യുദ്ധമല്ലാത്ത ഈ യുദ്ധം വാസ്തവത്തിൽ നടത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള പ്രദേശത്തായിരിക്കാനാണ് കൂടുതൽ. അല്ലാതെ ഇന്ത്യക്ക് പോയിട്ട് ഇത് നമുക്ക് യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഇന്ത്യ നടത്തിയിരിക്കുന്നത് സാധാരണ നമ്മുടെ മിലിറ്ററി പുസ്തകത്തിലുള്ള യുദ്ധത്തിന്റെ പുസ്തകങ്ങളിലൊക്കെ പറയുന്നതാണ്, എവിടെയാണ് എതിരാളി ഉള്ളത് അവിടെ പോയി ആക്രമിക്കുക എന്നുള്ളതിന്. ഇവിടെ എൻ്റെ ഒരു സ്വാഭാവികമായ സംശയം, എനിക്ക് തോന്നിയൊരു സംശയമാണ്, ഇങ്ങനെയുള്ള സെറ്റിൽമെന്റുകളിൽ സ്വാഭാവികമായും ഇന്ത്യ തിരിച്ചടിക്കുമെന്നൊരു പൊതുപ്രതീതിയും അവർ അങ്ങനെ ഒരു മുൻകരുതലെടുത്ത് വീണ്ടും അവിടെ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങുകയും പ്രധാന നേതാക്കളൊക്കെ അവിടെ തങ്ങുകയും ചെയ്യുമോ? ഒരു സാമാന്യ സംശയമാണ്. ശരിയാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ഒരിക്കലും ഇതുപോലെയുള്ള ഒരു ആക്രമണം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ആക്രമണങ്ങൾ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഡെസീറ്റ് കൂടിയാണല്ലോ ചെയ്യുക. ഡിസെപ്ഷൻ ആണല്ലോ ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ തന്ത്രം. അങ്ങനെ ഇന്ത്യ ചെയ്തിരിക്കുന്നു. പക്ഷെ അത് രണ്ടാമതും ചെയ്യുവാൻ സാധിക്കില്ല. രണ്ടാമത് നമ്മൾ തന്ത്രം മാറ്റേണ്ടി വരും. ഇവർ തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ ഇവർ ഒരു പ്രത്യേക സംഗതി എന്താണെന്ന് വെച്ചാൽ, ഭീകരവാദത്തെ അടിച്ചമർത്തണമെങ്കിൽ
അതിന്റെ നേതാവിനെ എപ്പോഴും അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ സമ്മതിക്കരുത്. അദ്ദേഹം എപ്പോഴും പലായനത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റണം. എന്നാൽ മാത്രമേ അദ്ദേഹത്തെ അവസാനമായിട്ട് നമുക്ക് ആക്രമിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള തന്ത്രമാണോ ഇന്ത്യ പ്രയോഗിക്കുന്നത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് കറാച്ചിയിൽ പോയി താമസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പാകിസ്ഥാൻ ഗവൺമെന്റിനോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത് എന്നുള്ള കാര്യം, നിങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹം സാങ്ച്വറി കൊടുക്കുന്നത് എന്ന് ചോദിക്കാൻ പറ്റും. കാരണം ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് വാസ്തവത്തിൽ യുദ്ധതന്ത്രം അല്ല. കാരണം ഇത് യുദ്ധമല്ല, ഇവിടെയുള്ളത് നയതന്ത്രമാണ്, വിദേശ നയതന്ത്രമാണ് നമ്മൾ കാണിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഫ്രാൻസ് ആവർത്തിച്ച് ഇന്ത്യക്ക് പിന്തുണ വ്യക്തമാക്കിയിരുന്നു. കാരണം ഈ ആഗോള ഭീകര സംഘടനകളിൽ നിന്ന് ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ്. അങ്ങനെ മറ്റു രാജ്യങ്ങളും പിന്തുണ നൽകിയിരുന്നു. ഇന്നലെയും അങ്ങനെ ഒരു പിന്തുണയുടെ ആവർത്തനം ഫ്രാൻസിൽ നിന്ന് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ആഗോള ഈ മറ്റു രാജ്യങ്ങളുടെ പിന്തുണയുടെ സപ്പോർട്ടിന്റെ കൂടെ ബലത്തിലാണോ ഒരു മൂവ് ഇങ്ങനെ ഇന്ത്യ നടത്തിയത് എന്ന് നമുക്ക് കരുതാനാവുക? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ഇല്ലാതെ ഇന്ത്യയെ പോലെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാജ്യത്തിന് ഒരിക്കലും ഇത് ചെയ്യാൻ സാധ്യമല്ല. അത് തീർച്ചയായിട്ടും അത് ചെയ്യാതെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും അനുമതി കിട്ടാതെ ഇന്ത്യ ഇത് ചെയ്യില്ല എന്നുള്ളതിന് തെളിവുകളുമുണ്ട്. എന്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. ഇന്ത്യ എല്ലാ രാജ്യങ്ങളുടെയും അനുമതിയോടുകൂടെ ആണ് ഇന്ത്യ ഇത് ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ വരെ അനുമതി ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഈ ഓരോ ആക്രമണങ്ങളുടെയും സ്വഭാവം ഓരോന്നായിരിക്കുമല്ലോ. ഇപ്പോൾ ഉറിയിലെ ഭീകരാക്രമണത്തിന് ശേഷം നടത്തിയ പ്രത്യാക്രമണത്തെ തുടർന്ന് സർജിക്കൽ സ്ട്രൈക്ക് അത് കമാൻഡോസ് ആണ് ചെയ്തിരുന്നത്. പ്രത്യേകം പരിശീലനം ലഭിച്ച കമാൻഡോസ് ആണ്. ഇവിടെ വ്യോമസേനയാണ് അത് ചെയ്തത്. ഇത് തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്പറേഷനിൽ ഒരു വൈവിധ്യം ഉണ്ടാവുന്നത്? ഇവിടെയുള്ള വ്യത്യാസം ഒരുപാടുണ്ട്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ പറയാം. അതായത് വ്യോമസേനയുടെ ആക്രമണം നടക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ റീച്ച് എന്നാണ് പറയുക. അതായത് കൂടുതൽ ദൂരം ഉണ്ടാകും. പെട്ടെന്നുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിൽ ചുരുങ്ങിയ ദൂരമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഇത് എന്റെ അഭിപ്രായത്തിൽ അന്ന് നടന്നിട്ടുള്ളത് 3-5 കിലോമീറ്ററിനകത്താണ്. ഇപ്പോൾ നടന്നിട്ടുള്ളത് ചുരുങ്ങിയത് 500 കിലോമീറ്റർ. എന്റെ കണക്ക് പ്രകാരം ഇത് കംപ്ലീറ്റ് സെറ്റാകാൻ വഴിയുണ്ട്. എന്റെ കണക്ക് പ്രകാരം ഞാൻ കണക്ക് കൂട്ടുന്ന ഈ സമയവും മിറാജ് വിമാനത്തിന്റെ സ്വഭാവവും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് 500 കിലോമീറ്റർ അർദ്ധവ്യാസത്തിലുള്ള ഒരു ഏരിയയിലാണ് ഇത് നടന്നിട്ടുള്ളത്. അതാണ്. അപ്പൊ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് വ്യോമാക്രമണം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലും കൂടുതൽ റീച്ച് വേണമെങ്കിൽ നമ്മൾ കടലിൽ കൂടുതൽ ആക്രമണങ്ങൾ നോക്കും, ഒരു പ്രത്യേക തരത്തിൽ. അത് ഇന്ത്യക്ക് ആവശ്യമില്ല. കാരണം നമ്മുടെ ശത്രു എന്ന് പറയുന്ന ഈ ഭീകരർ നമ്മുടെ അതിർത്തിക്ക് അപ്പുറം തന്നെയാണ്. പക്ഷെ കുറെ കൂടെ ദൂരത്തേക്ക് നമ്മൾ പോയിരിക്കുന്നു. അതിനാണ് വ്യോമാക്രമണം നടത്തിയിട്ടുണ്ടാവുക എന്നാണ് എന്റെ വിശ്വാസം. അത് ഒരു കാരണം മാത്രമായിരിക്കും, പക്ഷെ അതാണ് പ്രധാന കാരണം. അപ്പൊ ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സായുധ സേന ചെയ്തിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കും വ്യോമസേന ചെയ്ത സർജിക്കൽ സ്ട്രൈക്കും തമ്മിലുള്ള വ്യത്യാസം, രണ്ടും യുദ്ധമല്ല. രണ്ടാമത് ഇപ്പോൾ നടന്നത് കൂടുതൽ ആഴത്തിൽ നടന്നു എന്ന് പറയാം. ഒരു കാര്യം കൂടി, ഈ മിറാഷ് 2000 ഫൈറ്റർ ജെറ്റുകളിൽ നിന്ന് ലേസർ നിയന്ത്രിത ബോംബുകളാണ് ഉപയോഗിച്ചത് എന്ന് പറയുന്നു. ഇതിന്റെ ഒരു സ്വഭാവം എന്താണ്? ഏത് സാഹചര്യങ്ങളിലാണ് ഇത് ഉപയോഗിക്കുക? ഇത് സാധാരണ എല്ലാ തരത്തിലും ഉപയോഗിക്കുന്ന ഒരു ആയുധമാണിത്. നിയന്ത്രിത ആയുധങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. യുദ്ധത്തിലൊക്കെ ഉപയോഗിക്കുന്ന നിയന്ത്രിത ആയുധങ്ങൾ എന്ന് വെച്ചാൽ ആയുധത്തെ പുറത്തിറക്കുക, അതിനുശേഷം ആയുധത്തിന് നമ്മൾ വഴി കാണിച്ചു കൊടുക്കുക, എവിടെയാണ് ടാർഗറ്റ് ഉള്ളത്. അത് ആയുധം തന്നെ ചെയ്തുകൊള്ളൂ. ഉദാഹരണമായിട്ട് മുങ്ങിക്കപ്പലിൽ നിന്ന് ഞാനിപ്പോൾ ടോർപിഡോ പുറത്തേക്ക് വെറുതെ അടിച്ചു മാറ്റിയാൽ ആ ടോർപിഡോ തന്നെ ശബ്ദം ഉപയോഗിച്ചിട്ട് ശബ്ദം തിരഞ്ഞുപിടിച്ചിട്ട് അതിന്റെ ലക്ഷ്യത്തിലെത്താൻ അതിന് കഴിവുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ലേസർ ബോംബുകളാണെങ്കിൽ ലേസർ മിസൈൽ എന്താണെന്ന് എനിക്ക് അറിയില്ല. ആ ബോംബിനെ നമ്മൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ലക്ഷ്യം തേടി പോയിക്കോളും. കാരണം അതിന് ലക്ഷ്യത്തിനെ പറ്റിയുള്ള അവസ്ഥകൾ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും ആ വെപ്പൺ സിസ്റ്റത്തിൽ. ഗൈഡൻസ് വെപ്പൺ സിസ്റ്റം എന്നാണ് അതിന് പറയുക. നന്ദി ശ്രീ പ്രഭാകരൻ പാലേരി, പ്രതിരോധ വിദഗ്ധൻ, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.